ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ പി കെ ശശികല ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീമതി ശശികല ടീച്ചർ, ഇപ്പോൾ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ പോലീസിന്റെ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇപ്പോൾ മുൻ മന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാർ പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് ഇതിനെപ്പറ്റി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് ഇവിടുത്തെ ഭക്തജനങ്ങള് ആ പൂരം അലങ്കോലപ്പെട്ട സമയത്തെ പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായിരുന്നില്ല എന്നുള്ളത്. അവിടുത്തെ ജനങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടല്ല അവിടുത്തെ പോലീസ് നടപടി ഉണ്ടായത്. വളരെ കൃത്യമായ ഒരു അജണ്ട അതിന്റെ പുറകിലുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഭക്തരും ഹൈന്ദവ സംഘടനകളും അന്നു മുതലേ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ അന്വേഷണം നടത്തണമെന്നും അതിന്റെ ഉത്തരവാദികളെ വേണ്ട വിധത്തിൽ ശിക്ഷിക്കണമെന്നും. കാരണം അവിടുത്തെ തൃശ്ശൂരിന്റെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത്. അവിടുത്തെ വിശ്വാസികളുടെ മാത്രമല്ല, ഒരുപക്ഷെ ഹൈന്ദവ ധർമ്മവുമായി ഒരു ബന്ധമില്ലാത്തവരുടെ പോലും ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത്. അപ്പൊ അത് അലങ്കോലപ്പെടുത്തിയത് തീർച്ചയായും അതിലൊരു അസ്വാഭാവികത പ്രകടമായിരുന്നു. അത് അന്വേഷിക്കണം എന്ന് അന്ന് മുതലേ ആവശ്യപ്പെട്ടു. പക്ഷെ പ്രഹസനമായ ഒരു അന്വേഷണമൊക്കെ ഇപ്പോൾ സുനിൽകുമാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 മാസമായിട്ടും അതിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് എന്നതാണ്. പക്ഷെ സുനിൽകുമാറിനെ പോലുള്ള ഒരാള് ഇത്തരത്തിൽ പറയുമ്പോൾ തീർച്ചയായും അവിടെ നമുക്ക് ഒരു പരിഹാസ്യമായി പോകുന്നു. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ്. നമുക്കൊക്കെ പുറത്തുനിന്ന് സർക്കാരിനോട് ഇന്നത് ചെയ്യണമെന്ന് പറയാൻ മാത്രമേ സാധിക്കുള്ളൂ. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ ഒരാൾ തന്നെ ഇത്തരത്തിൽ പറയുമ്പോൾ അത് വളരെ പരിഹാസ്യമാണ്. എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഒരു ഭരണകക്ഷിയുടെ MLA തന്നെ പോലീസിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളെ പറ്റി പറയുന്നു. ഭരണകക്ഷിയുടെ തന്നെ ഒരു സ്ഥാനാർത്ഥി മറ്റൊരു തരത്തിൽ പറയുന്നു. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? വെറുതെ എന്തെങ്കിലുമൊക്കെ പണം തട്ടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അന്യായമായ തൊഴിലുകൾ എടുക്കാനുള്ളൊരു പാർട്ടിക്കാർക്ക് എടുക്കാനുള്ളൊരു സംവിധാനം മാത്രമായിട്ട് കേരളത്തെ ഭരണത്തെ കൊണ്ടുപോവുകയാണ്. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് മറ്റൊരാളാണ് പറഞ്ഞിരുന്നത് എങ്കിൽ, തൃശ്ശൂരിലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. കാരണം ഈ ന്യായം നമ്മൾ അന്നു മുതലേ പറയുന്നുണ്ട്. അന്ന് മുതൽ ഒന്നും മിണ്ടാതിരുന്ന് ഇപ്പൊ ഗതികെട്ടിട്ടാണ് സുനിൽകുമാറൊക്കെ ഇത്രയും വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അപ്പൊ കേരളത്തിൽ ഇപ്പോൾ ഒരു നാഥനില്ലാ കളരിയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഥനില്ലാ കളരിയാണ്. ആരാണ് നയിക്കുന്നത്, ആരാണ് എന്താണ് ചെയ്യുന്നത് എന്ന് ആർക്കും ഉത്തരവാദിത്വമില്ല, ആരെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് എന്നൊരവസ്ഥയാണ്. അപ്പൊ തീർച്ചയായും ഇത് വളരെ പരിഹാസ്യമാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനൊരു സംസ്ഥാനത്ത് ഇങ്ങനൊരു ഭരണ സംവിധാനം എന്നുള്ളത് തീർച്ചയായും നമ്മളെ ജനാധിപത്യത്തെ പറ്റി അറിയാവുന്നവർ നമ്മളെ പുച്ഛിക്കും എന്നുള്ളത്. കാരണം പൗരന്റെ ആണല്ലോ ഗവൺമെന്റ്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തിന് മാത്രമല്ല എല്ലാ പൗരന്മാർക്കും നാണക്കേടായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ നടക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം. ആർക്കാണോ അതിന് ഉത്തരവാദിത്വം ഉള്ളത് അവരെ ശരിയായ വിധത്തിൽ തന്നെ ശിക്ഷിക്കുകയും വേണം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ഇപ്പോൾ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയാണ് ഇതിന് ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ്. ഇത് തന്നെയാണല്ലോ നേരത്തെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. കൂടാതെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു ഇതുപോലെ പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന്. എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ഒക്കെ പറഞ്ഞിരുന്നു. കേവലം താഴെത്തട്ട് നിൽക്കുന്ന ലാത്തിയും പിടിച്ച് നിൽക്കുന്ന ഒരു പോലീസുകാരന് തൽക്കാലം ഉണ്ടായ ഒരു വികാര വിക്ഷോഭം അല്ല അവിടെ നടന്നത് എന്നുള്ളത്. തികച്ച ആസൂത്രിതമായി ഇത് അലങ്കോലപ്പെടുത്തിയേ പറ്റൂ എന്ന് തികഞ്ഞ ഉയർന്ന തലത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ എന്തെങ്കിലും കാണിച്ച് മുഖം രക്ഷിക്കൽ നടപടി നടത്തിയാൽ പോരാ. ഇത് ഗൂഢാലോചന എവിടെ തൊട്ട് നടന്നിട്ടുണ്ട്, സർക്കാർ സംവിധാനത്തിൽ തൊട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള തലത്തിൽ അന്വേഷണം മേലോട്ട് പോകണം എന്ന് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം പലപ്പോഴും കണ്ണിപ്പൊട്ടിയിടുന്ന നടപടികളാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഇപ്പൊ പോലീസിലെല്ലാം ശരിക്കും പറഞ്ഞാൽ കുറുന്തോട്ടിക്ക് തന്നെ വാദം പിടിച്ചിരിക്കുകയാണ്. ആരാണോ ഇതൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കേണ്ടത് അവരുടെ തലപ്പത്ത് തന്നെ രോഗം പിടിപെട്ട അവസ്ഥയാണ്. ഇതൊന്നും സാധാരണ കോൺസ്റ്റബിൾമാരെ പറ്റിയോ ഈവൻ പോട്ടെ SI-മാരെ പറ്റിയോ അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് സർക്കാരിന്റെ ഉയർന്ന പോലീസ് സംവിധാനത്തെ പറ്റിയാണ്. പലപ്പോഴും നമ്മൾ ഇതൊക്കെ കണ്ടിരിക്കുന്ന ചില സിനിമകളിലാണ്. സിനിമകൾ നമുക്ക് കാണുമ്പോൾ ഇവിടുത്തെ പോലീസ് സേനയെ വല്ലാതെ അപമാനിക്കുന്നുള്ളൂ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ആ സിനിമകളിനേക്കാൾ വളരെ മോശമാണ് ഇവിടുത്തെ സ്ഥിതി എന്നാണ് ഈ കാണിക്കുന്നത്. ഉയർന്ന തലത്തിലുള്ളവരെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം അന്വേഷണം നടക്കണം, കൃത്യമായി ശിക്ഷിക്കണം. നമ്മൾ അന്ന് വളരെ കാര്യമായി ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് ഇത് താഴെത്തട്ടിൽ നടന്നതല്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞത് ഒരു ഗൗരവത്തിൽ എടുത്തുകൊണ്ട് കൃത്യമായ നടപടികൾ ഉണ്ടായാൽ വളരെ നല്ലത്. ഇനി ഒരു വട്ടം ഇത്തരത്തിൽ ഒരു പൂരത്തിന്റെ നേരെയും അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള സാംസ്കാരിക നടപടികളും അലങ്കോലമാക്കാനുള്ള ഒരു ധൈര്യം ഇനി ആർക്കും തോന്നരുത്. ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചറാണ് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.